അധ്യാപക യോഗ്യതാ പരീക്ഷയായ ടെറ്റ് പാസ്സാകാത്തവർ അധ്യാപക ജോലി അവസാനിപ്പിക്കണമെന്ന വിധിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 50,000-ഓളം അധ്യാപകരെ ഈ വിധി ബാധിക്കും. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം. വിധിക്കെതിരെ പുനഃപരിശോധന ഹർജിയോ വ്യക്തത തേടുന്ന ഹർജിയോ നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഈ സങ്കീർണമായ സാഹചര്യം മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം. കേരളത്തിൽ അധ്യാപകരുടെ യോഗ്യത കാലോചിതമായി പരിഷ്കരിച്ച അവസരത്തിലെല്ലാം നിലവിലുള്ളവരെ സംരക്ഷിച്ചാണ് നിയമം തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കൊരു 50,000-ഓളം വരുന്ന അധ്യാപനം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഈ അധ്യാപക യോഗ്യതാ പരീക്ഷയായ ടെറ്റ് പാസ്സാകാത്തവരെ 2 വർഷം കഴിഞ്ഞാൽ നിർബന്ധിത വിരമിക്കൽ നടത്തണം എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. ഈ വിധി കേരളത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. കാരണം 50,000-ഓളം വരുന്ന അധ്യാപകരുടെ തൊഴിൽ നഷ്ടത്തിനിടയാക്കുന്ന ഒന്നാണ്. ഇതിനെതിരെ ഏത് തരത്തിലുള്ള നിയമ പോരാട്ടത്തിനാണ് കേരളം ഒരുങ്ങുന്നത്? ഇതേപോലെ തന്നെ തമിഴ്നാടിനും ഒഡീഷയ്ക്കുമൊക്കെ ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ ഈ വിധി ഒരു തിരിച്ചടിയാണല്ലോ. ഇതിൽ എന്ത് തരത്തിലുള്ള തുടർ നീക്കങ്ങളെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്? സർക്കാർ കേന്ദ്രത്തോട് ഇത് സംബന്ധിച്ച ഒരു നിയമനിർമ്മാണം നടത്തണം എന്നുള്ള ആവശ്യമാണ് ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര നിയമനിർമ്മാണം നടത്തുന്നതിനൊപ്പം സംസ്ഥാന നിയമ പോരാട്ടവും നടത്തും. അതായത് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയോ അല്ലെങ്കിൽ വ്യക്തത തേടിയുള്ള ഹർജിയോ സമർപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായി ആലോചിക്കും. അതിനുശേഷമായിരിക്കും അതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതായത് പുനഃപരിശോധനാ ഹർജി നൽകണമോ അതോ വ്യക്തത തേടിയുള്ള ഹർജി നൽകണമോ എന്നുള്ള ആവശ്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. നിലവിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒരുപക്ഷെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള അധ്യാപക രംഗത്ത് ഏകദേശം 1.25 ലക്ഷത്തോളം അധ്യാപകർ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 50,000-ഓളം അധ്യാപകർ ഈ ഒരു നിബന്ധന പൂർണ്ണമായി നടപ്പാക്കി കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും. അതായത് 2027 സെപ്റ്റംബർ 1-നകം എല്ലാ അധ്യാപകരും ടെറ്റ് യോഗ്യത പാസ്സായില്ലെങ്കിൽ ഈ അധ്യാപകർക്ക് ഈ ജോലിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി പ്രതികരിച്ചത് നിരവധി തവണ, അതായത് 2013-ലാണ് ഇത് സംബന്ധിച്ച യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. അതിനുശേഷം പലതവണ അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത പാസ്സാക്കാനുള്ള അനുമതി അല്ലെങ്കിൽ സാവകാശം നൽകിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ സുപ്രീം കോടതി വിധിയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ എന്നാണ് ചോദ്യമാണ് ഉന്നയിച്ചത്. എന്തായാലും അധ്യാപകരുടെ കൂട്ടായ ഒരു പരാതി അത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വി ശിവൻകുട്ടി അത് മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജിയോ അല്ലെങ്കിൽ വ്യക്തത തേടിയുള്ള ഹർജിയോ നൽകാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ കേന്ദ്ര നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് ഒരു കാര്യത്തിലാണ്. അതായത് പ്രതിപക്ഷ അധ്യാപക സംഘടനകളും ഒക്കെ തന്നെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണല്ലേ സർക്കാരിന്റെ നീക്കത്തിന് പുറമെ? അതെ, അധ്യാപക സംഘടനകളടക്കമുള്ളവർ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇതിന് കാരണം സാധാരണഗതിയിൽ ഒരു യോഗ്യത പുതുതായി ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ തുടർന്ന് വരുന്ന അധ്യാപകർ, അതായത് ഇതിനു മുൻപ് സർവീസിൽ കയറിയ അധ്യാപകർക്ക് ഈ യോഗ്യത മാനദണ്ഡമാക്കാതെ പുതുതായി കയറുന്ന അധ്യാപകർക്കാണ് അത്തരത്തിലൊരു അധ്യാപകർക്കോ ജീവനക്കാർക്കോ ആണ് പുതിയൊരു യോഗ്യത മാനദണ്ഡം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ബാധകമായി വരിക. അത്തരത്തിൽ നിലവിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള വിശദീകരണമാണ് സർക്കാർ ഇതിൽ നൽകുന്നത്. അതിനാണ് കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി വിധിയാണ്. സംസ്ഥാനത്തെ 50,000-ലധികം വരുന്ന അധ്യാപകർ, പൊതു വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകർ, എയ്ഡഡ് സർക്കാർ മേഖലയിലെ സ്ഥിരം അധ്യാപകരുടെ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കാവുന്ന ഗുരുതരമായ വിധിയാണ്. ഈ വിധിയിൽ ഉടൻ തന്നെ സർക്കാർ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ, പുനഃപരിശോധന ഹർജി ഉൾപ്പെടെയുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ അത് 2 വർഷം കഴിഞ്ഞ് ഇവർ പുറത്തു പോകേണ്ട സമയത്ത് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി ആലോചിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജി.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.